വർഷങ്ങൾക്ക് മുമ്പ് ജന്തർ മന്ദറിൽ വെച്ച് ഉണ്ടായ ഒരു ഉദയമായിരുന്നു ആപ്പ് പാർട്ടിയുടെ. അണ്ണാ ഹസാരെ എന്നൊരു ലീഡർ വരുന്നു, അവിടെ സമരം നയിക്കുന്നു. പിന്നെ ഒരു ആം ആദ്മി പാർട്ടി വരുന്നു, അവർ ഡൽഹി പിടിച്ചെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഈ ജന്തർ മന്ദർ. ഇപ്പൊ അവിടെ തന്നെയാണ് ഇപ്പൊ ഈ നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി CJP-യുടെ സമരവും വന്നത്. ഇതിനും ഈ CJP-യുടെ ഫൗണ്ടർ തന്നെ ആം ആദ്മി പാർട്ടിയിൽ വർക്ക് ചെയ്ത ആളായിരുന്നു. പിന്നെ ഈ ഡൽഹി ഭരിച്ച ആം ആദ്മി പാർട്ടീനെ താഴെ ഇറക്കുന്നു, BJP താഴെ ഇറക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടാണ്. പക്ഷെ ഇപ്പൊ വേറൊരു തരംഗം വരികയാണ് CJP എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങിയ ഒരാളാണ്. വെറുതെ തുടങ്ങിയ ഒരു പ്രൊട്ടസ്റ്റ്, തമാശയ്ക്ക് പോലെ തുടങ്ങിയ ഒരു സംഭവം ഇപ്പൊ ഇന്ത്യ മുഴുവൻ അരടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് കാണാതെ പോകാൻ പറ്റാത്ത രീതിയിൽ അത് കയറി വന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് പോലും ഇതിന്റെ കൂടെ നിൽക്കേണ്ടതായിട്ട് വന്നു. അതുവരെ ഇതിനെ വളരെ ചീപ്പായിട്ട് കണ്ട, വളരെ തമാശയായിട്ട് കണ്ട ആളുകൾക്ക് പോലും ഇപ്പൊ എല്ലാവരും മുൻപന്തിരിക്ക് വരുന്നുണ്ട്. ഇതിന്റെ മുമ്പിൽ ആളായിട്ട് അല്ലെങ്കിൽ ഒരു കാരണമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുന്നുണ്ട്. ഇതേപോലെ ഈ തമാശയ്ക്ക് തുടങ്ങിയ സംഭവങ്ങൾ വേറെ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഐസ്ലാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഐസ്ലാൻഡിൽ ഉണ്ടായ ഇതേപോലത്തെ ഒരു ബ്രസ്റ്റ് പാർട്ടി അങ്ങനെ ഒരു പാർട്ടി വെച്ചിട്ട് അവസാനം ഒരു ഭരണം വരെ പിടിച്ചെടുക്കുന്നതായിട്ട് അങ്ങനെ കുറെ രാജ്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ BJP ഒക്കെ കൂടുതൽ ഫോളോവേഴ്സ് CJP-ക്ക് ഉണ്ടെന്നാ പറഞ്ഞത്, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ. പിന്നെ ഇപ്പോ അതൊരു കുട്ടികളുടെ പോലെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ കുറെ ആളുകൾ, ഇപ്പോ മുതിർന്ന ആളുകളെല്ലാം ഇതിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJP-യുടെ സ്ട്രോങ് പോയിന്റ് ആയ ഡൽഹി പോലും നടക്കുന്ന കാര്യമാണ് ഇതിപ്പോ. അപ്പൊ BJP തന്നെ ഇരുന്ന ആളുകൾ പോലും BJP വേണ്ടാന്ന് പറഞ്ഞ ഈ പാർട്ടിലേക്ക് പോണ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹാർഡ് കോറായ ആൾക്കാർക്ക് പോലും ഇപ്പോ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ CJP-യിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു കുട്ടികളുടെ പാർട്ടി എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇപ്പോ നിലവിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് സോനം എന്ന ഒരു ആക്ടിവിറ്റിസ്റ്റ് ഇപ്പൊ നിരാഹാരമൊക്കെ നിർത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്തുണകൾ വന്നതോടെ ഇതിനൊരു പുതിയ ഒരു വ്യാപ്തി ഉണ്ടായി. ഇപ്പോ നമുക്കിത് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു കമ്പാരിസൺ ടു ബംഗ്ലാദേശ് ആൻഡ് നേപ്പാളിൽ സംഭവിച്ച ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ വന്നെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു നീറ്റ് പരീക്ഷയുടെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ജഡ്ജി പരാമർശം എന്ന് പറഞ്ഞതിന്റെ മാത്രമൊന്നുമല്ല. അതിന്റെ ഉള്ളിലുള്ള അൺട്രസ്റ്റ് വേറെ സംഭവങ്ങളാണ്. അതൊരു തുടക്കം മാത്രമാണ് ആക്ച്വലി. കാരണം ഇത്രയും കാലം ഇപ്പൊ ഇന്ത്യ ശരിക്കും പുരോഗമിക്കുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുന്നതെല്ലാം ശരിയാണോ നമ്മൾ ഉറപ്പില്ലാത്ത രീതിയിലാണ് പല കാര്യങ്ങളും. നമ്മുടെ GDP ഗ്രോത്തും പിന്നെ ഇപ്പൊ അമേരിക്കയായിട്ടുള്ളൊരു പണക്കവും അമേരിക്ക നമുക്ക് തീരുവ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് അത് നമ്മൾ പ്രൊജക്ട് ഔട്ട് ചെയ്യുന്ന കറക്റ്റ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ആണോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം അത് ഷെയർ മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുന്നവർക്ക് മനസ്സിലാവും അത് ഗ്രോത്തിലേക്കാണോ അത് അടിയിലേക്കാണോ പോകുന്നത് നമുക്കൊരു ഉറപ്പില്ലാത്ത ലെവലിലാണ് നിൽക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇന്ത്യക്ക് ഉള്ള ഒരു പ്രൊട്ടസ്റ്റ് അമേരിക്കയിൽ പോലും നടക്കുന്നുണ്ട്. അത് അമേരിക്ക പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പോലും ഇപ്പൊ അതൊക്കെ വിഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പരീക്ഷ ഇപ്പൊ നീറ്റ് പരീക്ഷയുടെ കാര്യം നടക്കുന്ന 5 കൊല്ലത്തിനുള്ള 3 തവണ കണ്ടാണ് ചോദ്യപേപ്പർ ചോർച്ച വരുന്നത്. ചോദ്യപേപ്പർ ഈ മുകളിലിരിക്കുന്നവർ അറിയാണ്ട് ചോരില്ല. അപ്പൊ ഇവരുടെ സിസ്റ്റം, ഈ വേ ഓഫ് കണ്ടക്ടിങ് ദ എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ കുട്ടികൾ പറയുന്ന പോലെ അറിയാം. നമ്മളൊക്കെ പരീക്ഷ ആൾക്കാരാണല്ലോ. അപ്പൊ അന്ന് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പരീക്ഷ എഴുതി പിന്നെ ആ പരീക്ഷ മാറ്റി വയ്ക്കുക, പിന്നെ ഒന്നുകൂടെ പരീക്ഷ എഴുതുക. ഇതിനുള്ള എനർജിയും ഊർജവും കാശും സമയവും ഇതൊക്കെ കളയുന്നവർക്ക് അതിന്റെ വിഷമം അറിയില്ല. അപ്പൊ അത്രത്തോളം വിഷമമുള്ള കാരണം തന്നെയാണ് ഇപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ പ്രതിഷേധം ചെയ്യണം. ഇപ്പൊ ഇതിലിപ്പോ BJP-യുടെ അനുയായികൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന് സപ്പോർട്ടുണ്ട്. പിന്നെ പിള്ളേർ ചെയ്യുന്നത് കണ്ടില്ലേ, പിള്ളേര് 1-2 അട്രോസിറ്റീസ് പിള്ളേർ ഏതോ ഒരു പോലീസ് ജീപ്പ് കത്തിക്കുന്നതും പിന്നെ പെപ്പർ സ്പ്രേ കാണിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് തിരിച്ച് പ്രൊപ്പഗാൻഡ കൊടുക്കുന്നുണ്ട്. അത് BJP-യുടെ സാധാരണ പ്രൊപ്പഗാൻഡ പോലെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. തിരിച്ച് ഇവര് വിദ്യാർത്ഥികളെ അടിച്ച് ലാത്തിയിൽ ആണി വെച്ചിട്ട് അടിച്ചെന്നാണ് കേട്ടെ. അതേപോലെ പെല്ലറ്റ് ബുള്ളറ്റ്സ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ നില ഭയങ്കര ഗുരുതരമാണ്. അപ്പൊ ഇത് വളരെ ചെറിയ രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇഗ്നോർ ചെയ്ത് ഇപ്പോ പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിൽ എത്തിയവരിപ്പോ. ഇപ്പൊ അങ്ങനെ അന്നൊരു പ്രശ്നം ഉണ്ടായപ്പോ അത് അന്നേ തന്നെ അതിന് കൺസേൺ ആളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ മാറ്റുകയോ അല്ലെങ്കിൽ രാജിവെക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അവരെയൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ പോയ കാരണമാണ് ഇപ്പൊ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ എവിടെ വേണമെങ്കിലും വരാന്നാണ് ഇപ്പോഴത്തെ 8 മിനിസ്റ്റേഴ്സിന് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചേക്കാന്ന് പറഞ്ഞത്. കാരണം ഇവരുടെ നേതാക്കളെ കാണാനും ചർച്ച ചെയ്യാനൊക്കെ. പക്ഷെ ഇപ്പൊ CJP-ക്കാർ പറഞ്ഞത് അങ്ങനെ ചർച്ചയ്ക്ക് അങ്ങനെ വരണ്ട, അവരുടെ ആവശ്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് മതി ചർച്ച എന്നാ പറഞ്ഞത്. അതായത്
ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മിനിസ്റ്റർ രാജിവെക്കണം, എഡ്യൂക്കേഷൻ സിസ്റ്റം ഉടച്ചു വാർക്കണം, ഇനിയുള്ള പരീക്ഷകളൊക്കെ കുറ്റമറ്റതാക്കണം. അത് എന്നും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത് കുട്ടികൾ പറയാണ്ട് തന്നെ ഈ സിസ്റ്റം നന്നായിട്ട് പോകണമെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ ഇത്രയും ദിവസം 23-24 ദിവസം നിരാഹാരം കടന്നിട്ട് പോലും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ ഇത്രയും പ്രക്ഷോഭം പോലെ കഴിഞ്ഞപ്പോൾ, അത് പാർലമെന്റ് മാർച്ച് കഴിഞ്ഞപ്പോഴാണ് BJP തന്നെ മനസ്സിലായത് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളത്. കാരണം ഇത് കൈവിട്ടുപോയ ലെവലിൽ തിരിഞ്ഞപ്പോഴാണ് ഇപ്പോ ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, രാത്രി ഇറങ്ങിയ വീഡിയോ ആണ്. നോക്കാം, ഫാസ്റ്റ് ട്രാക്ക് കോടതി വെക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് കോടതി വെക്കാനല്ല അവർ ആവശ്യപ്പെട്ടത്, ഒരാളുടെ രാജിയും പിന്നെ സിസ്റ്റം ഉണ്ടാകും ശരിയാക്കാനാണ് പറഞ്ഞത്. ഇതിപ്പോ ഫാസ്റ്റ് ട്രാക്ക് കോടതി വെച്ചിരുന്ന അതൊക്കെ പിള്ളേരെ, അതായത് ഇപ്പോഴത്തെ കുട്ടികളുള്ള എല്ലാവരും സോഷ്യൽ മീഡിയ വന്നതോടുകൂടി തന്നെ എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബോധ്യമുണ്ട്. നമ്മളെ പറ്റിക്കാൻ വന്നാണെങ്കിൽ പോലും അതിന്റെ പിന്നിലെന്താണെന്ന് ചിന്തിക്കാനുള്ള കഴിവൊക്കെ സോഷ്യൽ മീഡിയ അറിയാവുന്നവർക്കും പിന്നെ ഇപ്പോ നെറ്റ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഒരു കളി നടക്കുന്നുള്ള, കാരണം ഇത് ഇസ് ഗോയിങ് ടു ബി വെരി സീരിയസ്. അത് നമുക്കറിയാം, ബാക്കിയുള്ള രാജ്യങ്ങൾ നടന്ന പോലെ തന്നെ ഇവിടെ നടക്കുമെന്ന് തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ടോട്ടൽ അൺട്രസ്റ്റ് ആയി കഴിഞ്ഞു. BJPയുടെ ഒരു അടിക്കല്ല് ഇളകിയോ എന്ന് വരെ സംശയത്തിന്റെ രീതിയിലാണ് ഇപ്പോൾ പോണത്. കാരണം കറക്റ്റ് സമയത്ത് ഒരു പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അതിന്റെ സമയം കഴിഞ്ഞു പോയി. ഒരു മന്ത്രി രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനാണോ അയാളുടെ രാജിയാണോ വന്ന് മോദി രാജിക്കിലേക്കാണോ പോണെന്ന് അറിയാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ യൂത്ത് അൺട്രസ്റ്റിലേക്ക് കഴിഞ്ഞു. ഫുൾ യൂത്ത് എന്ന് വെച്ചാൽ യൂത്തിന്റെ കൂടെ തന്നെ ബാക്കിയുള്ളവരുണ്ട്. മെയിനായിട്ട് BJPയുടെ പല സ്ട്രോങ് ഹോൾഡ്സും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സിറ്റീസിലുള്ള ആൾക്കാരെല്ലാവരും ഇപ്പൊ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേജർ സിറ്റിയിലുള്ള ഇപ്പൊ നാഗ്പൂര്, ബാംഗ്ലൂര്, പല സ്ഥലങ്ങളും നമ്മുടെ ഇന്ത്യയിൽ മുഴുവനും പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോൾ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം വിദ്യാർത്ഥിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഭാരതത്തിന്റെ മുഴുവനും ഭാവിയുടെ പ്രശ്നമാണ്. അപ്പോൾ ജനാധിപത്യം ശരിയായ രീതിയിൽ പോയില്ലെങ്കിൽ നമുക്ക് റേഡിയോയിലും TVയിലൊക്കെ ഭയങ്കര പരസ്യമൊക്കെ കേൾക്കാം, ഇന്നത് സംഭവിച്ചു, ഞങ്ങളത് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ നടന്നതാണോ ചെയ്തതാണോ, അതിൻ്റെ ഉള്ളിൽ കൊള്ളയുണ്ടോ, ഇത് അട്ടിമറിയുണ്ടോ എന്നൊക്കെ നോക്കി വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നേരെ തിരിച്ചാണ്. അതായത് ഡെവലപ്മെന്റ് കാണിക്കുക മാത്രമല്ല, ഡെവലപ്മെന്റ് ശരിക്കും ഉണ്ടാവണം. അത് വർത്തമാനത്തിലൂടെ മാത്രം ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അത് ഗ്രോത്ത് ആ എക്കണോമിയിൽ കാണണം. അപ്പൊ ഇപ്പോൾ തൊഴിലില്ലായ്മ എന്നുള്ളത് വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തൊഴിലില്ലായ്മ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യൂത്ത് ഇത്രയും അക്രമാസക്തമാകാൻ കാരണം. പലർക്കും പുറത്തേക്ക് പോകാൻ വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ഇവിടെ നിലനിൽപ്പില്ലാത്ത കാരണമാണ് പുറത്തേക്ക് പോകുന്നത്. ഇപ്പൊ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഇപ്പൊ ഇന്ത്യക്കാർക്കെതിരെ പ്രൊട്ടസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, പല സ്ഥലത്തും വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ നന്നായി നമുക്കിവിടെ തന്നെ ജീവിച്ചാൽ മതി നല്ല രീതിയിൽ. പക്ഷെ അതിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ടാവണമെങ്കിൽ നല്ലൊരു ഭരണകൂടം തന്നെ വേണം. ഇപ്പോഴത്തെ ഭരണകൂടം, അതിപ്പോ എല്ലാ ഭരണകൂടത്തിലും പ്രശ്നം ഉണ്ടാകാം. പക്ഷെ ഇപ്പൊ ഇതൊരു വളരെ സീരിയസ് കേസായിട്ട് പോലും അവർ കറക്റ്റ് സമയത്ത് നോക്കിയില്ല. വളരെ പുച്ഛത്തോടു കൂടിയാണ് കുട്ടികളോട് പെരുമാറിയിരിക്കും. നമുക്കറിയാം പലരുടെ പരാമർശങ്ങൾ തന്നെയായിരുന്നു. കോക്രോച്ച് പാർട്ടിയുടെ പേര് വരാൻ കാരണം തന്നെ ചില പരാമർശം എന്നാണ് വന്നത്. അപ്പൊ തൊഴിലില്ലാത്ത ഒരാളെ, അത് യൂത്തിനെ അങ്ങോട്ട് പോയി കളിയാക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കാര്യങ്ങൾ നിലപാടിരിക്കുക, അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ കോടതി ഇടപെട്ടിട്ട് ഇപ്പോൾ സീരിയസ് ആയിട്ടുണ്ട്. പക്ഷെ BJPയുടെ ഒരു മാർക്കറ്റ് ശരിക്കും ഇടിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ സ്ട്രോങ് ഹോൾഡ്സ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ ആൾക്കാർ പാർട്ടി വിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും കാണുമ്പോൾ മനസ്സിലാവുന്നത്. സോ ഇത് ഒരു നിർണായകമായ ഒരു അവസരമായിട്ടാണ് എനിക്കൊക്കെ തോന്നുന്നത്. കാരണം രാജ്യത്തിന് ഇപ്പൊ ഡൽഹി എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയിൽ BJPയുടെ സ്ട്രോങ്സ്റ്റ് ഹോൾഡുള്ള സ്ഥലത്ത് 17 മെട്രോ സ്റ്റേഷൻ അവർ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ള എല്ലാ ഷോപ്പുകളും അടച്ചിട്ടിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്, പിള്ളേർക്ക് ഭക്ഷണവും വെള്ളം കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ വെച്ചാൽ ചുറ്റുപാടുള്ള വീടുകളിലെ പിള്ളേരെ കൂടി അവരുണ്ടാക്കി കൊടുക്കുകയാണ് വെള്ളവും ഇതൊക്കെ. പിന്നെ അവിടെയുള്ള അടുത്തുള്ള ഹോട്ടലുകളൊക്കെ അവരെ ടോയ്ലറ്റ് തുറന്നു കൊടുക്കുകയാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫുൾ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക്. അത് ഡൽഹി മാത്രമല്ല, ഇന്ത്യ മുഴുവൻ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കർഷക സമരമായിരുന്നു ഇതിനു മുമ്പ് നടന്നത്. കർഷക സമരത്തില് BJP പൊളിഞ്ഞുപോയി. പക്ഷെ അതിൽ BJPയുടെ കുറെ നല്ല വശങ്ങളുണ്ടായിരുന്നു. കർഷക സമരം അതിന്റെ പിന്നിൽ ചില പ്രശ്നങ്ങളുടെ കാരണമാണ്. ശരിക്കും മനസ്സിലായിരുന്നെങ്കിൽ കർഷക സമരം ശരിക്കും പറഞ്ഞാൽ അതിന് ആവശ്യമില്ലായിരുന്നു. കർഷകർക്ക് ഗുണകരമായ പല കാര്യങ്ങളുണ്ടായിരുന്നു ആ ബില്ലിൽ. അതിനെപ്പറ്റി പ്രോപ്പർ സ്റ്റഡി കർഷകർ ചെയ്യാത്ത കാരണമാണ്. കർഷകരിൽ ചില മുതലാളി വർഗ്ഗക്കാര് ചെയ്ത പ്രശ്നമെന്ന് അതിനെപ്പറ്റി പഠിച്ചവർക്ക് അറിയാം. അതിൽ BJPയുടെ ഒരു കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ BJP ഗവൺമെന്റ് പ്രോപ്പറായ ആക്ഷൻ എടുത്തിട്ടില്ല. അത് പലരെയും രക്ഷിക്കാനുള്ള ശ്രമം പോലെ തോന്നി. അതിൽ ഭയങ്കര പുച്ഛമായിരുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതിൽ വിവരമുള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രൊട്ടസ്റ്റ്, ഈ പ്രൊട്ടസ്റ്റ് ഒരു ചെറിയ പ്രൊട്ടസ്റ്റ് അല്ല, ഇപ്പൊ വളരെ വലുതായിപ്പോയി. അത് ഇപ്പൊ ഇന്ത്യയിലുള്ള ഏത് പാർട്ടിയേക്കാളും വലിയ സപ്പോർട്ട് കിട്ടുന്ന ഒരു പാർട്ടിയായിട്ട് മാറി CJP.
അപ്പോൾ ആ ലെവലിലേക്ക് ഇത് വളരെ ചെറിയ രീതിയിൽ ഒരു കളിയാക്കുന്ന പോലെ രീതിയിൽ തുടങ്ങിയിട്ട് അതിപ്പോ വിത്തിൻ വീക്സ് ഇത്ര വലിയ ലെവലിലേക്ക് പോയി. അപ്പൊ അത് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇത് എവിടെ നിൽക്കുന്നവർക്ക് കണ്ടറിയാം, അത്രയേ പറയാൻ പറ്റുള്ളൂ. അതല്ല, ഗവൺമെന്റ് നല്ല രീതിയിൽ ഇടപെടാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് ഇവർ അടിച്ചമർത്താൻ നോക്കി എന്നുള്ള ഏറ്റവും പ്രശ്നം. ഈ അടിച്ചമർത്തൽ കൂടിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാം പ്രശ്നമായത്. ബാക്കി നമുക്ക് കണ്ടറിയാം.